നമസ്കാരം കൂട്ടുകാരെ, ട്രിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തായ്ലൻഡിലാണ്, തായ്ലൻഡിലെ കാഞ്ചനപുരിയിൽ. കുറച്ച് ദിവസമായിട്ട് തായ്ലൻഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ തായ്ലൻഡിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ യാത്ര ചെയ്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബർമ ബോർഡറിലുള്ള കാഞ്ചനപുരി എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലാണ്. കാഞ്ചനപുരി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ട 3 പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. ഒന്ന് ഇർവാന വാട്ടർഫാൾസ്, ഒപ്പം തന്നെ ഡെത്ത് റെയിൽവേ ലൈൻ, ഒപ്പം തന്നെ ഫ്ലോട്ടിംഗ് ഹോട്ടൽസ്. ഇത് 3ഉമാണ് ഇവിടെ കാണേണ്ട ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ നിൽക്കുന്നത് ഇർവാൻ വാട്ടർഫാൾസിലാണ്. 7 ലെയറിലുള്ള അതിമനോഹരമായിട്ടുള്ള വാട്ടർഫാൾസാണ് ഇർവാൻ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇത് ഇർവാൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് ട്രക്ക് ചെയ്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 7 ലെയർ വെള്ളച്ചാട്ടങ്ങളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ശരിക്കും കാഞ്ചനപുരിയിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ബാങ്കോക്കിൽ നിന്ന്, തായ്ലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാങ്കോക്കിൽ നിന്ന് 165 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ട്രെയിൻ മാർഗവും വരാം, നമുക്ക് ടാക്സിയിലും വരാനായിട്ട് കഴിയും. ബസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ഈ 2 മാർഗ്ഗം നമുക്ക് കാഞ്ചനപുരിയിൽ എത്താൻ പറ്റും. കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബർമയിലേക്ക് ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ബർമയിലേക്കുള്ള കണക്റ്റിംഗ് ട്രെയിൻ ഓടുന്ന ലൈനുണ്ട് നമുക്കവിടെ. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ അവിടെ ബർമ ഇഷ്യൂസൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ലൈനിൽ ട്രെയിൻ ഇപ്പോൾ ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തായ്ലൻഡിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് കാഞ്ചനപുരിയും ഇവിടുത്തെ കാഴ്ചകളും. കാഞ്ചനപുരിക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമുക്ക് 2ാം ലോക മഹായുദ്ധകാലം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി, ആളുകൾ ഡെത്ത് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാഞ്ചനപുരി എന്ന് പറയുന്നത്. ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം ഒരുപാട് പേരെ പിടിച്ച് തടവിലാക്കി ഇവിടെ കൊണ്ടുവന്ന് റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു. ആ സമയത്ത് ഉണ്ടായ മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും കാരണം 1,00,000-ലധികം പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ലൈൻ, അന്ന് ഉണ്ടാക്കിയ ആ ലൈനിന് ഡെത്ത് റെയിൽവേ ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കുക. ശരിക്കും ഇർവാൻ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഞാൻ വന്നപ്പോൾ എന്ത് മനോഹരമാണെന്ന് അറിയാം. ഇത് ലോക്കൽ ആൾക്കാർ, അതായത് തായ്ലൻഡിലെ ലോക്കൽ ആൾക്കാർ വെക്കേഷൻ, അതെല്ലാം അവർ വീക്കെൻഡുകൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്ന, ഫാമിലിയായിട്ട് വരുന്ന ഒരിടമാണ് ഇപ്പോഴും ശരിക്കും ഇർവാൻ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. പിന്നെ യൂറോപ്യൻസാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന ട്രക്കിങ്ങിനായിട്ട്. ശരിക്കും ട്രക്കിങ്ങിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്കൊരു ചെറിയ സ്റ്റീപ്പായിട്ടുള്ള ഏരിയയിലൂടെ കയറി ഒരു മലയുടെ മുകളിലെത്തുന്നത് വരെയുള്ള ഒരു ട്രക്കിംഗ് ആണിത്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഈ 7 ലെയർ വാട്ടർഫാൾസും വരുന്നത്. ഓരോ ലെയർ കഴിയുമ്പോഴും ഈ ഓരോ വാട്ടർഫാൾസാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും നമ്മളിങ്ങനെ കയറി ഏറ്റവും മുകളിൽ വരുന്ന ഇതിൻ്റെ ഏറ്റവും എൻട്രൻസിലുള്ള മെയിൻ വാട്ടർഫാൾസിന് നമ്മളെത്തും. അതുപോലെ തന്നെ ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് വളരെ ക്ലീനാണ്, നീറ്റാണ്. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. നമ്മളിവിടെ നല്ല തിരക്കുള്ളൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാരണം വീക്കെൻഡുകളിലൊക്കെ നല്ല തിരക്കാവും. ഞങ്ങളിപ്പോൾ രാവിലെ വന്നതുകൊണ്ട് വലിയൊരു തിരക്കായിട്ടില്ല, എന്നാൽ കൂടി അത്യാവശ്യം തിരക്കുണ്ട് താനും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുന്ന ഓരോരുത്തരും അവരുടേതായ ഒരു ഡിസിപ്ലിൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് ഒരു അലക്ഷ്യമായിട്ട് നമ്മൾ തന്നെ കൈകാര്യം ചെയ്തിട്ട് ഇതെല്ലാം വാരി വലിച്ച് നമ്മൾ പരിസ്ഥിതിയെ മൊത്തം വൃത്തികേടാക്കും. ഇവരിത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തോട്ട് കണ്ടിട്ട് അവർ കൃത്യമായിട്ട് ഫുഡ് കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനങ്ങളും അവർ ഒരു പുറത്തേക്ക് വലിച്ചെറിയുന്നില്ല. ഒപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തരുന്ന ബോട്ടിൽസ് പോലെ ക്രമ നമ്പറിട്ടാണ് തരുന്നത്. നമ്മൾ മുകളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് ആ ബോട്ടിൽ അവിടെ നമ്മൾ കാണിച്ച് ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പിഴയില്ലാതെ പുറത്ത് കിടക്കാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ടൂറിസമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവർ നല്ല ഭംഗിയായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രീനറിയും ഈ ഒരു ഭംഗിയും ഈ ഒരു വാട്ടർഫാൾസിന് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ബാങ്കോക്കിൽ നിന്ന് കാഞ്ചനപുരി എത്തിയിട്ട് നമുക്ക് താമസം എടുക്കാനായിട്ട് കഴിയുന്നത് കാഞ്ചനപുരിയിൽ തന്നെയാണ്. റിവർ കവി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ഈ ഒരു ലൈനാണ്, റെയിൽവേ ലൈനിൻ്റെ അടുത്ത് വരുന്ന ഒരു മെയിൻ സ്റ്റേഷനാണ്. അവിടെ ഒത്തിരി ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബസ്സിലാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് ഒരു മണിക്കൂർ യാത്രയുണ്ട്. ശരിക്കും ഒരു 70 കിലോമീറ്ററാണ് ഈ കാഞ്ചനപുരിയിൽ നിന്നും ശരിക്കും ഈ പറയുന്ന ഇർവാൻ വാട്ടർഫാൾസിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഫോറിനേഴ്സിന് 700 തായ് ബാത്താണ് ഇവിടെയുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഈ 700 തായ് ബാത്ത് കൊടുത്ത് നമുക്ക് എൻട്രി എടുത്ത് വേണം നമുക്ക് അത് അകത്ത് കയറാനായിട്ട്. അതിൽ ഓൺലൈൻ സംവിധാനമുണ്ട്. ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ വന്ന് കൗണ്ടറിൽ നമുക്ക് പറഞ്ഞ് ബുക്കിംഗ് എടുത്ത് വരാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഇർവാൻ വാട്ടർഫാൾസിലേക്ക് എത്താനായിട്ട് കഴിയുക. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇർവാൻ വാട്ടർഫാൾസിലേക്ക് എൻട്രി ഉണ്ട്. 6 മണി മുതൽ വൈകുന്നേരം രാത്രി 6 മണി വരെയാണ് ഇതിൻ്റെ ഒരു പ്രവേശനം എന്ന് പറയുന്നത്. സെയിം ടൈമിൽ നല്ല മഴ ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലോ, ഈ ഫ്ലഡിൻ്റെയൊക്കെ ചാൻസ് ഉള്ള ടൈമിലൊക്കെ ആണെങ്കിൽ
അവരിവിടെ ക്ലോസ് ചെയ്യും, പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് നേരത്തെ കൂട്ടി ഇവിടെ നമ്മൾ ഗൂഗിളിലൊക്കെ ഓപ്പൺ ആണോ അല്ലയോ എന്ന് സെർച്ച് ചെയ്ത് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിംഗ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിറങ്ങുമ്പോഴേക്ക് ഏകദേശം ഉച്ചയോടടുത്ത് തിരിച്ചിറങ്ങാനായിട്ട് കഴിയും. എൻട്രൻസിൽ മാത്രമേ ഫുഡ് കിട്ടുകയുള്ളൂ. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ കഴിയില്ല, വെള്ളം മാത്രമേ അലോ ചെയ്യുള്ളൂ. ഒപ്പം തന്നെ തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാനും കഴിയുള്ളൂ. ഈ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്തുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഈ റുവാൻ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മുകളിലെ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടർഫാൾസ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് താഴേക്ക് 7 ലെയറുകളിലായിട്ട് വാട്ടർഫാൾസ് വരുന്നത്. ഇപ്പോൾ ശരിക്കും മഴക്കാലം ആകുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവുള്ളത്. ശരിക്കും ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന ഒരു ബ്ലൂ കളറിൽ ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ആദ്യം കണ്ട വാട്ടർഫാൾസായിട്ട് ഏറ്റവും ബ്ലൂ കളറിൽ വന്നത്. അപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത്. ഒത്തിരി ട്രക്കിംഗ് ഒരു എക്സ്പീരിയൻസ് കിട്ടി, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു ഇവിടെ വന്നതിന് ശേഷം. ഒപ്പം തന്നെ കാടിൻ്റെ ഉള്ളിൽ, അതും ഈ തായ്ലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.